ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ 3 ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി അവകാശപ്പെട്ടു. ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. 1.45 ദശലക്ഷം ആക്റ്റീവ് സോൾജിയേഴ്സ് ആണ് നമുക്കുള്ളത്. പാകിസ്ഥാന് 6,54,000 സൈനികർ. 2025 ഇന്ത്യയുടെ ഡിഫൻസ് ബജറ്റ് $81 ബില്യൺ, പാകിസ്ഥാന് വെറും $10 ബില്യൺ. റാഫേൽ, സുഖോയ് Su-30 MKI, തേജസ് തുടങ്ങിയ നൂതന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 2200 സൈനിക വിമാനങ്ങൾ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന് ഏകദേശം 450 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. അവയിൽ പലതും ചൈനീസ് അല്ലെങ്കിൽ പഴയ US മോഡലുകളാണ്. കരയിൽ ഇന്ത്യ വീണ്ടും ആധിപത്യം സ്ഥാപിക്കുന്നു. പാകിസ്ഥാന് 2400 ടാങ്കേഴ്സ്, ഇന്ത്യക്ക് 4700 ടാങ്കേഴ്സ്. ഇതുകൂടാതെ ഇന്ത്യ അമ്യൂണിഷൻ 88% സ്വന്തമായി നിർമ്മിക്കുന്നു. ഇന്ത്യക്ക് വിമാനവാഹിനി കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ, ഡിസ്ട്രോയറുകൾ എന്നിവയുൾപ്പെടെ 293 നാവിക ആസ്തികളുണ്ട്. പാകിസ്ഥാന് 121 കപ്പലുകൾ, പ്രധാനമായും തീരദേശവും പരമ്പരാഗതവും. എന്നാൽ ട്വിസ്റ്റ് ഇതാണ്: ഇന്ത്യ യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജമാണ്. പക്ഷെ ഒരു വിജയത്തെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു ദുരന്തമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് 180ഉം പാകിസ്ഥാനിന് 170ഉം ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട്. എന്നാൽ ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് നയം പിന്തുടരുമ്പോൾ പാകിസ്ഥാൻ അത്തരം വാഗ്ദാനം ചെയ്തിട്ടില്ല. കരയിലും വായുവിലും കടലിലും സാമ്പത്തികമായും ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട്. എന്നാൽ ന്യൂക്ലിയർ പവർ ഇതിനെ ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു ഗെയിമാക്കി മാറ്റുന്നു.